Good morning, everybody. Welcome back to our classes. ഇന്ന് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കായിട്ട് ഞാൻ എടുത്തു തരാൻ പോകുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ഒരു ചോദ്യമാണ്. ഇതിനെ 4 മുതൽ 6 മാർക്ക് വരെയൊക്കെ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഒരു പാസേജ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ പാസേജ് ശ്രദ്ധയോടുകൂടി വായിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4-5 ചോദ്യങ്ങളാണ് തുടർന്നുണ്ടാകുക. ഈ 4-5 ചോദ്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ആ പാസേജിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ഒട്ടുമിക്ക സമയങ്ങളിലും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് അത്രയധികം ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് സേ പരീക്ഷയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സേ പരീക്ഷയ്ക്കായാലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കായാലും വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നമുക്ക് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ പാസേജ് വായിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ, ഈ 4 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ പാസേജിൽ നിന്ന് തന്നെ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിഷ്പ്രയാസം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാസേജ് കുറച്ച് ചെറുതാക്കിയിട്ട് എനിക്ക് എഴുതേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ബോർഡിൽ ഒറ്റ സെഷനിൽ ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് എഴുതിയത്. ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് ഇവിടുന്ന് മാറിയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഫോണിൻ്റെ ആയാലും കമ്പ്യൂട്ടറിൻ്റെ ആയാലും ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടുക. എന്നിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസേജ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്ഷമയോടെ സമാധാനത്തോടെ ഈ ക്വസ്റ്റ്യൻ വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാക്സിമം ഞാൻ സ്കോർ ചെയ്യും. അതുകൊണ്ട് വളരെ ക്ഷമയോടെ ഞാനിത് മുഴുവൻ വായിച്ച് തീർക്കും. ഈ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ വായിച്ച് തീർക്കുമെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക. ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്ഷമയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ചില വിദ്യാർത്ഥികൾ ആദ്യം ഈ പാസേജിൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കും. എന്നിട്ടാണ് ഈ പാസേജ് വായിക്കുക. പാസേജ് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ആൻസർ കണ്ടെത്താനും ആ പാസേജിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കുവാനും സാധിക്കും. അത് ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ലേണിംഗ് ആണ്. അതിനേക്കാൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ സൗകര്യം അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ ഉത്തരം ഇതിൽ കണ്ടെത്താം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ പാസേജ് വായിക്കുമ്പോൾ അതപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഉത്തരമാണെന്ന് മാർക്ക് ചെയ്തിട്ട് നമ്പർ ഇടുന്നതും ബുദ്ധിയായിരിക്കാം. പക്ഷേ അത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടാനുസരണം പഠിക്കുന്ന മെത്തേഡ് മാറി വരും. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ പാസേജ് വളരെ ക്ഷമയോട് കൂടിയിട്ട് വായിച്ചതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുന്നതോടുകൂടി ഇവിടെ ഇത് മാർക്ക് ചെയ്യാം. നമ്പർ ഇട്ട് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ മനസ്സിൽ അത് കുറിച്ചിടും. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, മനസ്സിൽ കുറിച്ചിട്ടാലും മതി. അത് കഴിഞ്ഞ് ഉത്തരം വളരെ നീറ്റായിട്ട് എഴുതാനും സാധിക്കും. അതിനുശേഷം അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്തി എഴുതാനും സാധിക്കും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് 4 തൊട്ട് 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്തരം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം എഴുതി വയ്ക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക പതിവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വേഗം അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചെറിയ ടിപ്പും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Read the passage and answer the questions. ആദ്യത്തെ വരി നമുക്ക് പാസേജിൽ നോക്കാം. Soil erosion in America's farmland by wind and water has been a problem since settlers first put the prairies and grasslands under the plow in the 19th century.
ആ വരി വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ വായിക്കണം, വളരെ ശ്രദ്ധയോടുകൂടിയും വായിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോയിൽ ഇറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ എന്നാണ്. ഇൻ അമേരിക്കാസ് ഫാംലാൻഡ്, അമേരിക്കയുടെ കൃഷി പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്? ബൈ വിൻഡ് ആൻഡ് വാട്ടർ, വെള്ളവും കാറ്റും വെള്ളവും കൊണ്ടാണ് സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നത്. അത് അവർ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. ഹാസ് ബീൻ പ്രോബ്ലം, അവർക്കൊരു വലിയ പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. സിൻസ്, എപ്പോൾ തൊട്ട് സിൻസ് സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾ. സിൻസ് സെറ്റിലേഴ്സ് ഫസ്റ്റ് പുട്ട് ദ പ്രയറീസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ്. പ്രയറീസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ അല്ലെങ്കിൽ പുല്ല് നിറഞ്ഞ സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. ഗ്രാസ് ലാൻഡ്സും പ്രയറീസും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഗ്രാസ് ലാൻഡ്സിനെ അമേരിക്കയിൽ വിളിക്കുന്ന വാക്കാണ് പ്രയറീസ് എന്നുള്ളത്. ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരിനാലാണ് ഗ്രാസ് ലാൻഡ്സ് അറിയപ്പെടുന്നത്. ഇത് തന്നെ സൗത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്നത് പാംപാസ് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് സവാനാസ് എന്നാണ്. അപ്പോൾ പല പേരുകളാലാണ് ഈ ഗ്രാസ് ലാൻഡ്സ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ അറിയപ്പെടുന്നത് പ്രയറീസ് എന്നാണ്. അതായത് പുൽ നിറഞ്ഞ വെജിറ്റേഷൻ സ്ഥലങ്ങൾ, പുൽമേടുകൾ എന്ന് വേണമെങ്കിൽ. ഒരുപാട് ഹെക്ടർ കണക്കിന് ഏരിയകളാണ് ഈ വെജിറ്റേഷൻ നിറഞ്ഞ് പുൽമേടുകളായിട്ട് ഇരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാസ് ലാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽമേടുകൾ, അതായത് പുൽ നിറഞ്ഞ പ്രദേശങ്ങൾ. അണ്ടർ ദ പ്ലൗ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അണ്ടർ ദ പ്ലൗ ഇൻ ദ 19th century, അതായത് 19th century തൊട്ട് ഈ പുൽമേടുകൾ അവിടുത്തെ സെറ്റിലേഴ്സ്, അവിടുത്തെ താമസക്കാരെ കൃഷി പ്രദേശങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരെ ഏറ്റവും അധികം അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ഈ മണ്ണിടിച്ചിൽ. എന്ത് കാരണത്താലാണ്? രണ്ട് കാരണത്താൽ. ഒന്ന് കാറ്റും, മറ്റൊന്ന് വെള്ളവും. അപ്പോൾ കാറ്റും വെള്ളം കൊണ്ട് മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകുന്നത്, ആ ഒരു പ്രശ്നം അവരെ വളരെ മുമ്പ് തന്നെ ഈ 19th century അവർ കൃഷി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണെന്നാണ് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. സെഞ്ചുറി എന്ന് പറഞ്ഞ നൂറ്റാണ്ട്. ഇനി നമുക്ക് നോക്കാം. ബൈ ദ 1930s more than 282 million acres of farmland were damaged by erosion. അപ്പോൾ 1930-കളിലാകുമ്പോഴേക്കും ഏകദേശം 282 മില്യൺ ഏക്കേഴ്സ് ഓഫ് ഫാം ലാൻഡ് വേർ ഡാമേജ് ബൈ ഇറോഷൻ. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ 282 മില്യൺ ഏക്കേഴ്സ് എന്ന് പറയുമ്പോൾ 282 ഇൻറ്റു 10 ഏക്കേഴ്സാണ്. അത്രയും, അതായത് 2820 ലക്ഷം ഏക്കേഴ്സാണ് അവിടെ എന്തിനു സംഭവിച്ചിട്ടുള്ളത്? ഫാം ലാൻഡ് ഇറോഷൻ കാരണം നശിക്കപ്പെട്ടിട്ടുള്ളത്. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം. ഏക്കർ എന്ന് പറയുന്നത് സ്ഥലം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. സെൻറ്റ്, ഏക്കർ എന്നൊക്കെ പറഞ്ഞ് സ്ഥലം അളക്കാനുള്ള യൂണിറ്റുകളുണ്ട്. അപ്പോൾ 282 മില്യൺ ഏക്കേഴ്സാണ് അവിടെ നശീകരിക്കപ്പെട്ടത്. എന്ത് കാരണത്താൽ? ഇറോഷൻ കാരണത്താൽ. ഇൻസ്പൈറ്റ് ഓഫ് ദ ഇയേഴ്സ് ഓഫ് കൺസർവേഷൻ എഫേർട്സ്, ഒരുപാട് വർഷം അതിനുവേണ്ടി ഇതിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് എടുത്തിട്ടും കൺസർവേഷൻ എഫേർട്സ്, സോയിൽ ഇറോഷൻ ഹാസ് ആക്സലറേറ്റഡ് ഡ്യൂ ടു ന്യൂ ഡിമാൻഡ്സ് പ്ലേസ്ഡ് ഓൺ ലാൻഡ് ബൈ ഹെവി ക്രോപ്പ് പ്രൊഡക്ഷൻ. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ടുകൾ കൺസർവേഷന് വേണ്ടിയിട്ട്, അങ്ങനെ ഭൂമിയെ പരിരക്ഷിക്കാനും പരിചരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ എടുത്തിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സോയിൽ ഇറോഷൻ, മണ്ണിടിച്ചിൽ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എന്താ കാരണം എന്ന് പറയുന്നത്? പുതിയ ആവശ്യങ്ങൾ, പുതിയ ഡിമാൻഡുകളാണ് സ്ഥലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഹെവി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഹെവി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ആവശ്യങ്ങളാണ് ഈ സ്ഥലങ്ങളുടെ മുകളിൽ വെച്ചിട്ടുള്ളത്. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകളുടെ ഇടയിലാണ് ഈ സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന പ്രശ്നം ആക്സലറേറ്റ് ചെയ്ത് വരുന്നത്, കൂടി വരുന്നത്. ആക്സലറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കൂടി വരിക, ആക്സലറേറ്റഡ് എന്ന് വെച്ചാൽ കൂടി വരിക. കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം നൽകുക. കൺസർവേഷൻ എഫേർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി സംരക്ഷിക്കാനുള്ള എഫേർട്സാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാസേജ് നമ്മൾ വളരെ വ്യക്തമായിട്ടും ക്ഷമയോടുകൂടി വായിച്ചു. ഇനി ഇത് വായിക്കാത്തവരൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിരുത്തി വായിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്ന എക്സ്പ്ലനേഷൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞു തരാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടെ വായിക്കണം. നിങ്ങൾ തന്നെ അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി വായിക്കണം. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാവും. പക്ഷേ ഇത്തരം സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി ചെയ്യണം. ചെയ്താലാണ് നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ലഭിക്കുകയുള്ളൂ. കോംപ്രിഹെൻഷൻ പാസേജ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. കോംപ്രിഹെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനുള്ള കഴിവ്, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വായിച്ചോ കേട്ടോ എന്നാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേട്ടിട്ടല്ല, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ സമയം ഞാൻ നിങ്ങൾ കുറച്ച് മാറി നിൽക്കാം. ആ സമയം നിങ്ങൾ ആ പാസേജ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ പാസേജ് ഒരു വിധം നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ അമേരിക്ക സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. അമേരിക്കയിൽ സോയിൽ ഇറോഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പാസേജിൽ വായിച്ചപ്പോൾ കണ്ടില്ലേ, സോയിൽ ഇറോഷൻ ഇൻ അമേരിക്കാസ് ഫാം ലാൻഡ് ബൈ വിൻഡ് ആൻഡ് വാട്ടർ എന്ന് കണ്ടു. സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നത് വിൻഡും വാട്ടറും കാരണമാണ്. അപ്പോൾ നമുക്കിതിവിടെ മാർക്ക് ചെയ്ത് വെച്ചൂടെ, വിൻഡ് ആൻഡ് വാട്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉത്തരം നമുക്ക് കിട്ടി. വിൻഡ് ആൻഡ് വാട്ടർ ആണ്. അതായത് ഇൻ അമേരിക്ക സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ വിൻഡ് ആൻഡ് വാട്ടർ എന്ന ഉത്തരം ഭംഗിയായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാമേജസ് കോസ്ഡ് ബൈ ഇറോഷൻ ബൈ 1930 വർ. 1940 ആയപ്പോഴേക്കും എത്രയാണ് ഡാമേജ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതിന് ഉത്തരവോട് കൊടുത്തിട്ടുണ്ട്. ബൈ ദ 1930 മോർ ദാൻ 282 മില്യൺ ഏക്കേഴ്സ് ആണ് നഷ്ടമായിട്ടുള്ളത്. 282 മില്യൺ ഏക്കേഴ്സ് മാർക്ക് ചെയ്തിട്ട് അതാണല്ലോ അതിൻ്റെ ഉത്തരം. 282 മില്യൺ ഏക്കേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. ഡാമേജസ് കോസ്ഡ് ബൈ ഇറോഷൻ ബൈ 1930 വർ മോർ ദാൻ 282 മില്യൺ ഏക്കേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ ഉത്തരം ക്ലീനായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് ഫാമിംഗ്. ഫാമിംഗ് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് ഫാമിംഗ്. ഫാമിംഗ് എന്ന വാക്കിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാമിംഗ് എന്ന വാക്കിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് നമുക്ക് നോക്കാം. ഇവിടെ സിൻസ് സെറ്റിലേഴ്സ് ഫസ്റ്റ് പുട്ട് ദ പ്രയറീസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് അണ്ടർ ദ പ്ലൗ എന്നുള്ള വാക്കാണ് ഫാമിംഗ് എന്ന വാക്കിൻ്റെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്ക്. ഫാമിംഗ് എന്ന വാക്കിന് ഒരു ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വാക്ക് അണ്ടർ ദ പ്ലൗ എന്നാണ് ഫാമിംഗ് എന്ന വാക്കിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഉത്തരമായില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഉത്തരം അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യനിലെ ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഹാസ് ആക്സലറേറ്റഡ് സോയിൽ ഇറോഷൻ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഓഫ് കൺസർവേഷൻ ഫോർ എഫേർട്സ് എന്ന്. എന്താണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഭയങ്കരമായിട്ട് കൂടാനുള്ള കാരണം? കുറേ നാളുകളുടെ കൺസർവേഷൻ എഫേർട്സിന് ശേഷവും എന്തുകൊണ്ടാണ് ഈ സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന പ്രക്രിയ കൂടാനുള്ള കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് സോയിൽ ഇറോഷൻ, അതായത് ഇൻസ്പൈറ്റ് ഓഫ് ദ ഇയേഴ്സ് ഓഫ് കൺസർവേഷൻ ആളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഇയേഴ്സ് ഓഫ് കൺസർവേഷൻ എഫേർട്സ് സോയിൽ ഇറോഷൻ ഹാസ് ആക്സലറേറ്റഡ് ഡ്യൂ ടു ന്യൂ ഡിമാൻഡ്സ് പ്ലേസ്ഡ് ഓൺ ലാൻഡ് ബൈ ഹെവി ക്രോപ്പ് പ്രൊഡക്ഷൻ. ഇത് നാലാമത്തെ ഉത്തരമാണ്. അപ്പോൾ അങ്ങനെ 4 ഉത്തരങ്ങളും നമ്മൾ നിഷ്പ്രയാസം കണ്ടെത്തി. നാലാമത്തെ ഉത്തരം നമ്മൾ എഴുതി. അപ്പോൾ 4 ഉത്തരം എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തി നമ്മുടേതായ രീതിയിൽ കുറേ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണിത്. മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ തീരെ മാർക്ക് കിട്ടാത്ത കുട്ടികൾ, ഫസ്റ്റ് ഇയർ ആയാലും ഫസ്റ്റ് ഇയർ മാർക്ക് കിട്ടാത്ത കുട്ടികൾ ഇത്തരം ചോദ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി പാസ് മാർക്കിനുള്ള ആദ്യം നേടണം എന്നുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ കുറച്ച് മാറി നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോൾ മാർക്ക് ചെയ്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും.
ഇനി ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഒന്ന് പറഞ്ഞുതരാം. Dear students, this is a type of question in which you can score maximum amount of marks with considerably lesser efforts. For example, this is a question in which the passage is given. I shall tell the details of this question now. This is a question in which the passage is given. You have to do only one thing. You have to read the passage carefully and then find out the answers from the passage itself. 4 questions will be following, so you have to find out the answers from the passage itself. 4 questions or more than that will be given, so you have to do one thing. You have to find out the answers from the passage. Now let us see this particular passage. I shall read the question. Model questions say and improvement exam. That is a heading which I have given to indicate that these type of questions, these model questions will be these model questions are usually asked in your question papers before, so you have to go through these questions repeatedly so that you get more and more exercise. Now let us see this question. Read the passage and answer the questions. So now let us move on to the passage. Soil erosion in America's farmland by wind and water has been a problem since settlers first put the prairies and grasslands under the plough in the 19th century. By 1930, more than 282 million acres of farmland were damaged by erosion. In spite of years of conservation efforts, soil erosion has accelerated due to new demands placed on land by heavy crop production. So this is a passage which deals about the cultivation that is going on in America. It states that soil erosion is the main problem for the cultivators in America. This problem has started since the settlers have started to this problem has started from the time that the agriculturists in America or the cultivators in America has started using such vegetations like prairies and grasslands for cultivation. It has created a great problem for them. So it has created a lot of acres under destruction. By this, it has produced a devastating result because a lot of acres of land were destroyed by the soil erosion. By 1930, there were more than 282 million acres of land which was destroyed by this soil erosion. Million stands for 1 million stands for 10 lakhs. So you can imagine how much land have been destroyed by the soil erosion due to water and wind. So they are stating that in this particular paragraph, and they say that in spite of the years of conservation, in spite of the efforts that they have put in for conservation, they have spent several years by putting in several efforts in the field of conserving the land from soil erosion. In spite of all those efforts, they are saying that the soil erosion still exists and is getting accelerated. Why it is getting accelerated? They are telling that it is getting accelerated due to demands placed on land by heavy crop production. They are saying that due to the demands that are placed on land for heavy crop production is one of those main reasons for the soil erosion to increase. So this is a great problem that has been stated in this particular passage. So I hope you have understood this passage. You have to go through this passage silently with great patience and concentration so that you can analyze and assimilate all the points that are mentioned in this particular passage. After reading the passage, you have 4 different questions under it. You have to write the answers to that questions, and the weightage of this particular question is that the whole question is that it can carry about some 4 to 6 marks for the exam. So it's good that you write down such answers, such questions, such answers to these type of questions so that you gain confidence in the initial stage while writing the exam. So let us move on to the 4 questions. First question is that in America soil erosion is caused by dash and dash. So we can easily write that in America soil erosion is caused by wind,
and water. It is clearly stated in the passage itself. Now the second question is, the damages caused by erosion by 1930 were, the amount of or the intensity of the damages caused by the soil erosion by 1930 were, that is the question here. It is written with crystal clarity in this particular line. By the 1930, more than 282 million acres of farmland were damaged by erosion. So you can write down that answer. That is the answer for the question 2. Question B or question 2. Now the third question, find out the expression which describes farming. So once you read this passage with great concentration, you can easily pinpoint the word which is used as a substitute for farming. It is clearly written, the word here it is written, since the settlers first put the prairies and grasslands under the plough. This is the word that stands as a substitute for farming. So you can write down that the word which describes farming is or the term or the phrase that describes farming in this passage is under the plough. That you have to underline and put it in between two quotations. Now let us move on to the fourth question. What has accelerated soil erosion after long years of conservation efforts? What has accelerated? What has increased soil erosion? That is the question. The answer to this question is written in the last line of the passage. That it is written, in spite of years of conservation efforts, soil erosion has accelerated due to new demands placed on land. It has increased due to new demands that you have to underline. Due to the new demands placed on land by heavy crop production. So you can clearly write this last sentence and score the marks that are allotted for the fourth and last question. So this is how you write down the answers to the comprehension passage model question. It is very easy for you to score good marks in this particular pattern. You can gain confidence too in writing the exam if you write the answers to these type questions in the initial stage. Once you feel that you have acquired more than a concerned amount of mark, you gain more confidence, and writing examination is all about gaining confidence from the past as well as the process of writing the exam itself. You have to gain confidence by thinking that I've written many examinations before and I've gone through it and I've passed and come to this level. So this one also I will go through and I'll get more than pass marks, or I'll get a distinction. So that should be the thought that should be there inside. So this is how you attempt this particular question, and once you write those questions which are familiar to you, and once you write those questions which are very familiar to you, you might gain confidence, and you will be able to write those difficult questions too. So that is one of those hints that I would like to share it with you. So these are all the things which I would like to share with you in this particular class. I hope you have all understood what I have told. So I am telling again and again that kindly prepare for the exam. So that should be kept in mind. And now as I'm moving off, I would like to persist on what I always used to say. Always stay safe at home. Kindly don't go to public places. If you are going to public places, kindly follow government norms. With these words, I am ending my words and ending my class. Thank you.